രാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കണമെന്ന് ഗത്യന്തരമില്ലാതെ ആ കുട്ടികളുടെ അമ്മയും അച്ഛനും കോടതിയിൽ പോയി പറഞ്ഞു. നമസ്കാരം. സഖാവ് പിണറായി വിജയനെ പൊളിച്ചടുക്കി ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രൻ. കൊന്നും തിന്നും ചോര വീണു ചുവന്ന പാർട്ടിക്കൊടി തന്റെ മക്കളെ കൊണ്ട് ഒരിക്കൽ പോലും തൊടിക്കാതെ അവരെ സേഫാക്കി മാറ്റി നിർത്തിയ പിണറായി എന്ന അച്ഛനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു ശോഭ. പാർട്ടിക്കാരിയായ ഒരു യുവതിയുടെ ദിവ്യഗർഭത്തിന്റെ കഥ പിന്നീട് ആവിയായി പോയതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ശോഭ ആഞ്ഞടിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നതിന് ശേഷം ഒരൊറ്റ ഫ്ലൈറ്റും വരികയുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഈ ഒരു നമ്മുടെ ഓരോ ബലിദാനങ്ങളും അത് നമുക്ക് വേദനയാണ്. ആ വേദനയോടൊപ്പം തന്നെ അത് നമുക്ക് ഊർജമാണ്. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വസ്തുതർക്കത്തിൽപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ സഹപ്രവർത്തകന്മാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഈ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയൻ 2 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ പെരിയ കേസ് നടത്തിയത്. പെരിയയിലെ ഇരട്ടക്കൊലപാതകം 2 ചെറുപ്പക്കാരെ സത്യേഷിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതുപോലെ നമ്മുടെ ആരാധനായിട്ടുള്ള കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുട്ടികളുടെ ക്ലാസ് മുറിയിലിട്ടുകൊണ്ട് വെട്ടിക്കീറി തുണ്ടമാക്കി മാറ്റിയതുപോലെ, ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ രമ പറഞ്ഞതുപോലെ 51 വെട്ടുവെട്ടി എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടും നിങ്ങളുടെ പ്രസ്ഥാനം രക്ഷപ്പെട്ടുവോ എന്ന ചോദ്യം കേരളത്തിന്റെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ഒരു മടിയും മറയുമില്ലാതെ പെരിയ വധക്കേസിലെ 2 ചെറുപ്പക്കാരുടെ കൊലക്കേസില് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ചു. പിണറായി വിജയന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമോ അല്ലെങ്കിൽ പിണറായി വിജയൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമോ ഉപയോഗിച്ചുകൊണ്ടല്ല, 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി. അവസാനം ഉദുമയിലെ MLA കുഞ്ഞിരാമൻ അകത്ത് പോകാൻ പോവുകയാണ്. ആ കുഞ്ഞിരാമൻ 5 വർഷം തടവാണ്. കുഞ്ഞിരാമൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അതായത് മയക്കുമരുന്നിൽ വരെ അടിമപ്പെട്ടിട്ടുള്ള കൊടിസുനിയെ പോലെയുള്ള നമ്പർ 1 ക്രിമിനലുകൾക്ക് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ആരാന്റെ അമ്മ പ്രസവിച്ച മക്കളെ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കൊടി ചുമപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ ഷട്ടിൽ ഒരു മണ്ണിന്റെ തരി പോലും പെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്വന്തം മകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. മകൻ ഇന്നേ വരെ ജീവിതത്തിലെ ചുമന്ന കൊടി, ഈ മാർക്സിസ്റ്റുകാരന്റെ കൊടി പിടിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആക്രമണം ഉണ്ടാകുമ്പോ തിരിച്ച് കൈവച്ചു ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കൈവച്ചു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പന്ന്യന്നൂർ ചന്ദ്രേട്ടനെ പോലെ, കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, സത്യേഷിനെ പോലെ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പോലും നിങ്ങൾ എടുക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് നല്ല നാട്ടൽ നിവർത്തി നിന്നുകൊണ്ട് ആണുങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത്. കാരണം അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിയോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപമന്ത്രം എന്ന് പറയുന്നത് കഠിനകണ്ഠകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താറയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നുള്ള ശംഖമന്ത്രം, ആ മന്ത്രാക്ഷരങ്ങളേറ്റ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യവ്യാപകമായി വളർന്നത്. ഗുജറാത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര പേരുണ്ട്? മധ്യപ്രദേശിൽ നിങ്ങൾക്ക് എത്ര ആളുണ്ട്? രാജസ്ഥാനിൽ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഹരിയാനയിൽ എത്ര പേരുണ്ട്?
എന്നിട്ടെന്തേ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും നിങ്ങളുടെ പ്രവർത്തകന്മാരുമായിട്ട് സംഘടന നടക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രശ്നവും അവിടെ ഇല്ലാത്തത്? അതിന്റെ കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങൾ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യണമെന്നുള്ള ആപ്തവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് 2 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. സുഹൈബിനെ കൊന്നതാരാണ്? അരിയിൽ ഷുക്കൂറിനെ കൊന്നതാരാണ്? നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ ഇസ്ലാമിന് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് എന്നാണ് പലപ്പോഴും പ്രസംഗങ്ങളിൽ പിണറായി വിജയൻ പറയാറ്. നിങ്ങൾ പറയാറില്ലേ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അരിയിൽ ഷുക്കൂറിനെ നിങ്ങൾ വെട്ടിക്കീറി കൊലപ്പെടുത്തി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയപ്പോ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയത് അല്ലേ? നിങ്ങൾ ഷുഹൈബിന് വക്കീലിനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ 1.25 കോടി രൂപയാണ് ചെലവ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായിയോട് പറയാനുള്ളത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. ആ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ, കണ്ണൂരില് ചായക്കടയിൽ പോയാൽ, കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിൽ പോയാൽ, കണ്ണൂർ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേമന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് അവിടുത്തെ ആളുകൾ ചർച്ച ചെയ്യുമ്പോ അവര് പറയുക 5 കൊലക്കേസിന് നേതൃത്വം കൊടുത്ത ആളാണ്. ആദ്യത്തെ കൊലപാതക കേസിന് നേതൃത്വം കൊടുത്ത ആളാരാണ് എന്ന് കണ്ണൂരിൽ എവിടെ പോയി ചോദിച്ചാലും കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ പറയും ആളെ നിങ്ങൾക്കറിയില്ലേ, അതാണ് പിണറായിലെ പാറപ്പുറത്തെ നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. 1ാമത്തെ കൊലപാതക കേസിലെ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയതിലെ 1ാമത്തെ പ്രതി. അന്ന് അതിനെതിരെ നിൽക്കാൻ, തന്റെ ഇടത്തോടുകൂടി സംസാരിക്കാൻ, കേരളത്തിന്റെ ഭാവി അതിനുശേഷം വന്ന കേരള രാഷ്ട്രീയത്തിൽ ഭരണകൂടത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്റെ ഇടമുള്ളവരില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൊലപാതകങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. വി.ഡി. സതീശന് വലിയ മൺചട്ടി കൊണ്ട് അവരുടെ മഹിളാ നേതാക്കന്മാരുണ്ടല്ലോ, ഗവർണർ ആരിഫ് ഖാനെ വഴിയിൽ തടയാൻ പോയിട്ടുള്ള SFIയുടെ പിള്ളേര്, അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ മാത്രമല്ല സ്ത്രീകൾ, മഹിളാ കോൺഗ്രസിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ തലയടിച്ചു പൊളിച്ചിട്ടും പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ട് ബോധമില്ലാതെ ആശുപത്രിയുടെ കിടക്കയിൽ നിരങ്ങി നീങ്ങിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണീറ്റ് നിന്ന് കമാന്നൊരു അക്ഷരം പറയാൻ താന്തേടമില്ലാത്ത ഒരുത്തൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവരെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത്. ആലപ്പുഴയിലെ കായംകുളത്തെ പ്രതിഭ കരയുകയാണ്. പ്രതിഭയുടെ മകൻ പ്രതിഭ പറയുകയാണ്, ഒരു പഫ് എടുത്തോ എന്നറിയില്ല, എന്റെ മകൻ ഒരു പഫ് വലിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് കണ്ടതാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലോബി വിഹരിക്കുന്നത് ഈ പ്രതിഭ MLA-യുടെ കായംകുളം നിയോജക മണ്ഡലത്തിലാണ് എന്നും അവിടെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറിയെ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തും ഇത് ഉണ്ടാകുമെന്ന് അന്നേ ഞാൻ പ്രസംഗിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. മയക്കുമരുന്ന് ലോബികളെ തളയ്ക്കാൻ, അവരെ പിടികൂടാൻ, അവരെ അടിച്ചമർത്താൻ അതിന് സാധിക്കാത്തത് കൊണ്ട് സ്വന്തം മകന്റെ പേരിൽ പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീയായിട്ട് പ്രതിഭയെ കണ്ടു. ഞാൻ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി പത്രസമ്മേളനം വിളിക്കാറുണ്ട്. ഞാൻ എന്താണ് പത്രസമ്മേളനം വിളിച്ച് പ്രതിഭയെ ആക്രമിക്കാതിരുന്നതെന്നറിയുമോ? പ്രതിഭയുടെ കുറ്റമല്ല, ഇത് പ്രതിഭയുടെ കുറ്റമല്ല. പ്രതിഭ എന്ന് പറയുന്ന ഒരു MLA വിചാരിച്ചാൽ കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല. ആരാ വിചാരിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി,
പിണറായി വിജയനാണ്. അവിടെ മലപ്പുറത്തെ അൻവർ പറഞ്ഞില്ലേ, എന്താ അൻവർ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ കൂടെയുള്ള ഒരു MLA അൻവർ പറയുകയാണ്, കേരളത്തിൽ നടക്കുന്ന പണി എന്ന് പറയുന്നത് കൊട്ടേഷനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ്? കൊട്ടേഷൻ എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ആ സ്വർണം പങ്കുവെക്കുന്ന കാര്യത്തില് പരസ്പരം തർക്കങ്ങളും തകരാറുകളും ഉണ്ടായതുകൊണ്ടാണ് അൻവർ, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല പിണറായി വിജയനുമായിട്ട് അൻവർ MLA വഴക്കിട്ടത്.